പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ സ്കൂൾ വിട്ടിട്ട് ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ച് വയ്യാണ്ടായി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഉമ്മ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്ന ഒരു ചെറിയൊരു നാടൻ പലഹാരമാണ് ഇത്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇത് കിട്ടുള്ളൂ കേട്ടോ, എപ്പോഴൊന്നും ഉണ്ടാക്കി വെക്കുകയൊന്നുമില്ല. പക്ഷെ ഉള്ള അന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്കാണെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അരക്കപ്പ് അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്ത് അരക്കപ്പ് പത്തിരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെച്ച ശേഷം ആ ഒരു ചെറിയ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അത് കയ്യിലിട്ടിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബട്ടൺ ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പം മക്കൾ വീട്ടിലുള്ള സമയത്താണ് ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ജോലിയൊക്കെ അവരെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. അവർ നമ്മളെക്കാൾ വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ബട്ടണാക്കി തരും. ഇനി ഈ കുഞ്ഞിപ്പിടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പിടി ഇട്ട് കൊടുക്കുക. മൂടി വെച്ചൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നല്ല പോലെ വിളഞ്ഞ മത്തങ്ങയാണ്. അതിൻ്റെ കുരുഭാഗവും തൊലിയും എല്ലാം ചെത്തിക്കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത ശേഷം നമുക്കിത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മൂപ്പ് കുറഞ്ഞ മത്തങ്ങയാണെങ്കിൽ എടുക്കരുത് കേട്ടോ, ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊരുമാതിരി ഇങ്ങനെ കളകളാന്നിരിക്കും. നല്ല വിളഞ്ഞ മത്തങ്ങയാണെങ്കിലാണ് നല്ല ടേസ്റ്റിൽ കുറച്ച് പൊടിയൊക്കെ ആയിട്ട് നല്ലൊരു കുറുക്കത്തിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് വൻപയർ വെള്ളത്തിൽ കുതിർത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവി പോയ ശേഷം കുക്കർ തുറന്ന് ഇതിലെ മത്തൻ കഷ്ണങ്ങൾ മാത്രം നമുക്ക് പതിയെ ഒരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി വീണ്ടും തീ കത്തിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നോക്കി നോക്കി ചെയ്താൽ മതി. കൂടെ തന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പിടി ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് അരിപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന മത്തങ്ങയുടെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് കട്ട പിടിച്ച് പോകും കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റ് നേരം കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അവസാനമായിട്ട് അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും മധുരവും ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ പെരിന്തൽമണ്ണ സ്റ്റൈലിലുള്ള നാടൻ മത്തൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലരിതിന് മത്തൻ പായസം എന്നൊക്കെ പറയും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക്